find out the Hamiltonian dynamics of a motion of a particle in a central force field. In a central force field. അപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് P is any point and we are going to consider any central force. That means the force is directed away or directed away from this point. That P is any point object. Then a central force is defined as a central force is directed towards this point or directed away from this point. A similar type of force is that we consider as a central force. And by nature or in nature, all the central force are conservative in nature. That means the total value of the central force always be a constant. No change in that case. Or all the central force are conservative. And the central force equation for the central force F of R is represented by minus dou V by dou R. F is equal to minus dou V by dou R. This is the expression for a central force problem or central force equation. F is equal to minus del V എന്ന് എഴുതുന്ന പോലെ തന്നെ minus dou V by dou R. Now we know the inverse square law. Inverse square law ഏതാണ്? Inverse square law എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1/4πε0 Q1 Q2 by R square. R square-ന് ഇൻവേഴ്സ് ആയിരിക്കും. By inverse square law, the central force problem can be written as the central force problem F is equal to minus K by R square. K is a constant. R is the distance, the inverse square law, square of the distance. So, and that is equal to F in the equation. We can write it as minus dou V by dou R. From that we consider as equation number 1, and from this equation we can find out the value of V. V of R. But V ആണെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് ഈ വാല്യൂ കിട്ടി. അപ്പോൾ ഏതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഈ വാല്യൂ കിട്ടുമെന്ന് നോക്കിയാൽ മതി. വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ ആയിരിക്കും. നോക്കിയേ, മൈനസ് കെ കോൺസ്റ്റന്റ് ആണ്, മൈനസ് 1/r. മൈനസ് 1/rന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 1/r². മനസ്സിലായോ? അപ്പം where V of R is equal to minus K by R or this value minus dou V by dou R equal to minus K by R². So we can substitute here
F is equal to, or here minus k by r square, we can write it as plus. So F എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ആണെങ്കിൽ എഫിന്റെ വാല്യൂ മൈനസ് ഡെൽ വി എന്നായിരിക്കും, അല്ലെങ്കിൽ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഡോ വൈ സെഡ് അങ്ങനെ എഴുതാം, ഓർ മൈനസ് ഡോ വി ബൈ ഡോ ആർ ആയിരിക്കും. ഇനി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ആർ ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുത്ത് ഇത് പ്ലസ് ആക്കണം, അത്രേ ഉള്ളൂ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് കെ ബൈ ആർ സ്ക്വയർ ആയിരിക്കും, where k is a constant and r is the distance of separation between any 2 points. ഇതാണ് സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം എന്നാന്ന് ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സിൽ പറയുന്ന ഡെഫിനിഷൻ. സോ ഫോർ കേസ് 2 അല്ലെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ എടുക്കുമ്പം, കൺസിഡർ എനി പാർട്ടിക്കിൾ വിത്ത് മാസ് m that is moving with a central force. Then the total Lagrangian L is equal to T minus V. The Lagrangian in terms of polar coordinates. Polar coordinates എന്ന് പറയുമ്പോൾ x, y, z Cartesian coordinates ഉണ്ട്, theta due to the rotation or angle variation ഉണ്ട്. അപ്പം നമുക്കറിയാം ടി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. അതിനു പകരം പോളാർ കോർഡിനേറ്റ് എടുക്കുമ്പം ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. ഇതാണ് പോളാർ കോർഡിനേറ്റ്സിലെ ടിയുടെ വാല്യൂ. ആൻഡ് വിയുടെ വാല്യൂ നമുക്ക് വി ഓഫ് ആർ എന്ന് തന്നെ എഴുതാം. ദെൻ എൽ ഈസ് ഈക്വൽ ടു ടി മൈനസ് വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ plus r square theta dot square minus v of r. That is equation number 2. ഇപ്പൊ നമുക്ക് ടിയും വിയും എല്ലും കിട്ടും. പക്ഷെ നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു എൽ ഓഫ് ആർ ഡോട്ട് ടി അല്ലെ, പൊസിഷൻ, ജനറലൈസ്ഡ് പൊസിഷൻ, ജനറലൈസ്ഡ് വെലോസിറ്റി, ടൈം. അല്ലെ തീറ്റയുടെ ടൈമിൽ എഴുതുവാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എൽ ഓഫ് തീറ്റ ഡോട്ട് ടി ആയിരിക്കും. പക്ഷെ ഇതിന് രണ്ടിനെ നമുക്ക് എച്ചിലോട്ട് മാറ്റണമെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ആർ പി ആർ ടി, അല്ലെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് തീറ്റ പി തീറ്റ ടി ആകും. നമുക്കറിയാം ക്യൂ ഡോട്ട് കെ എന്നുള്ള ഇത് മാറ്റി വെച്ച് പകരം ജനറലൈസ്ഡ് പൊസിഷനും ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെയും ടൈമിലാണ് നമുക്ക് ഹാമിൽട്ടോണിയൻ എഴുതേണ്ടത്. സോ ഓൾസോ കൺസിഡർ ദ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു ടി പ്ലസ് വി ആണ്. സോ നമുക്കിനിയിപ്പം ഹാമിൽട്ടോണിയൻ എഴുതാൻ വേണ്ടി, ഹാമിൽട്ടോണിയയിലെ ടിയും ബിയും എഴുതാൻ വേണ്ടി ആർ ഡോട്ടിനും തീറ്റ ഡോട്ടിനും പകരം പി ആറും പി തീറ്റയും കണ്ടുപിടിക്കും. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. പി ആറും പി തീറ്റയും കണ്ടുപിടിക്കണം. അപ്പൊ പിയുടെ ഇക്വേഷനാണ് എല്ല് വെച്ചിട്ട് പി ആർ ഈക്വൽ ടു, പറഞ്ഞേ അഞ്ജലി, പി ആർ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട്. ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട്. വെരി ഗുഡ്. ദാറ്റ്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ആർ ഡോട്ട് ഓഫ് എൽ. എൽ എത്രയായിരുന്നു? ഹാഫ് എം ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് വി ഓഫ് ആർ. ഇതാണ് നമ്മുടെ എല്ല്. അപ്പൊ പി ആർ ഈക്വൽ ടു ഡോ എൽ. ഇപ്പൊ ആർ ഡോട്ട് ചെയ്യുമ്പോൾ ഈ ടൈമിൽ മാത്രമേ ആർ ഡോട്ട് ഉള്ളൂ. അത് 2 ആർ ഡോട്ട് വരും. 2 2 വെട്ടിപ്പോവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ ഡോട്ട്.
PR is equal to M R dot. അതിനകത്ത് നമുക്ക് R ഡോട്ടിന് പകരമല്ലേ കൊടുക്കണ്ടേ? R dot is equal to PR by M. Similarly, PR ന് പകരം P theta കണ്ടുപിടിക്കണം. P theta is equal to dou L by dou theta dot. That is equal to M R square theta dot. Therefore, theta dot is equal to P theta by M R square. രണ്ടും ചെയ്ത് കണ്ടുപിടിച്ച് that is equation number 3. എല്ലാവരും ചെയ്ത് L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. എല്ലിനകത്ത് നമുക്ക് ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ വെലോസിറ്റി അല്ലെ ആർ ഡോട്ടും തീറ്റ ഡോട്ടും വരും. പക്ഷെ എച്ച് വരുമ്പോഴത്തേന് അതിന് പകരം പിയുടെ ടേമില്ല, പി തീറ്റയും പി ആറും അവന്. അപ്പം പി തീറ്റയും പി ആറും ആർ ഡോട്ടിനും തീറ്റ ഡോട്ടിനും പകരം കൊടുക്കണമെങ്കിൽ ഏത് സബ്സ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് നമുക്ക് എല്ലിന്റെ കാനോണിക്കൽ ഇക്വേഷൻസ് അറിയണം. പി ആർ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട്. അതിനകത്തോട്ട് എല്ല് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് പി ആറിന്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് എച്ച് കണ്ടുപിടിക്കും. ഞാൻ ഇത് മായ്ക്കുവാണ്, ഇക്വേഷൻസ് ചോദിച്ച് ഞാൻ പറയണം. നമുക്കറിയാം എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് പി തീറ്റ പി ആർ ടി. നോക്കിയാണ് ഞാൻ ചെയ്തത്. എച്ചിനെ ഞാൻ ചെയ്തത് ഇവിടെ പി തീറ്റ പി ആർ ടി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് തീറ്റ പി തീറ്റ ടി, അല്ലെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ആർ പി ആർ ടി. ദെൻ ദ ടോട്ടൽ എച്ച് ഈസ് ഈക്വൽ ടു ടി പ്ലസ് വി ആയിരിക്കും. നമ്മുടെ ടി എത്രയായിരുന്നു? ടി എത്രയായിരുന്നു? ഹാഫ് എം ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ. കിരണാണോ? ഇല്ലെന്ന് തോന്നുന്നു. ആ ഉണ്ട്. ആ ഇല്ലേ? സോ എച്ച് ഈസ് ഈക്വൽ ടു ടി പ്ലസ് വി. അപ്പൊ നമ്മുടെ ടിയുടെ ഇക്വേഷൻ ഇതാണ്, വിയുടെ ഇക്വേഷൻ വി ഓഫ് ആർ. അപ്പം എച്ച് ഈസ് ഈക്വൽ ടു ടി. ഇപ്പൊ എന്നാ ചെയ്യണം? ഈ ആർ ഡോട്ടിനും തീറ്റ ഡോട്ടിനും പകരം പി ആറും പി ആറിന്റെ ടേമും പി തീറ്റയുടെ ടേമും വരുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ആർ ഡോട്ട് എന്ന് പറയുന്നത് പി ആർ ബൈ എമ്മും തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് പി തീറ്റ ബൈ എം ആർ സ്ക്വയറും. ആ രണ്ട് വാല്യൂ ഇതിന് പകരം ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Therefore, that equation become that is equal to half into m into അങ്ങനെ വരും പി ആർ ബൈ എം ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു പി തീറ്റ ബൈ എം ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ. That is equal to half into m into ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എം ഉണ്ടല്ലേ, ഇവിടെ ഒരു എം സ്ക്വയർ ഉണ്ട് ഡിനോമിനേറ്ററിൽ രണ്ട് വശത്തും. ഡിനോമിനേറ്ററിലെ എം സ്ക്വയറിനെ പുറത്തോട്ട് എടുത്താൽ ന്യൂമറേറ്ററിൽ ഒരു എം സ്ക്വയർ ആയിട്ട് വെട്ടിക്കളയാം. അപ്പൊ താഴെ ഒരു 1/2m വരും. 1/2m ഇൻറ്റു പി ആർ സ്ക്വയർ പ്ലസ് പി തീറ്റ സ്ക്വയർ ബൈ ആർ സ്ക്വയറും വെട്ടിപ്പോവും. ഇവിടെ പക്ഷെ സ്ക്വയർ ആയതുകൊണ്ട് r⁴ ഉണ്ട്. അപ്പൊ മിച്ചം ഒരു ആർ സ്ക്വയർ, പി തീറ്റ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് വി എഫ്.
That is equal to h is equal to h വരെ എത്തി half m into pr square plus p theta square by r square plus v of r. That is taken as equation number 4. h വരെയും ചെയ്തോ? h ഇവിടെ നിന്ന് എഴുതിയിടാം. h is equal to half 1/2m pr square plus p theta square by r square plus v of r. Now the canonical transformation equation for Hamiltonian. Hamiltonian transformation and canonical equation. For a Hamiltonian canonical equation. Hamiltonian canonical equations consider. ഏതൊക്കെയാണ് ഹാമിൽട്ടോണിയൻ കാനോനിക്കൽ ഇക്വേഷൻസ്? കവിത, ഹാമിൽട്ടോണിയൻസ് ഇക്വേഷൻസ്, ക്യൂ ഡോട്ടിന്റെയും പി ഡോട്ടിന്റെ ഇക്വേഷൻ ഏതൊക്കെയാണോ ഹാമിൽട്ടോണിയന്റെ? ലക്ഷ്മി യെസ്. P dot theta is equal to minus dou s by dou r. വെരി ഗുഡ് വെരി ഗുഡ്. ആദ്യം ക്യൂ ഡോട്ടിന്റെ പറ. ക്യൂ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ക്യൂ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ പി കെ ആൻഡ് മൈനസ് പി ഡോട്ട് കെ ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ ക്യൂ കെ. ക്യൂ എന്ന് പറയുന്ന പൊസിഷനാണ്. ഇവിടെ നമുക്ക് അതിന് പകരം ആർ എടുക്കാം. ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി ആർ ആൻഡ് ഇവിടെ ആറിന്റെ ടൈമിൽ തന്നെയുള്ളത് ആറിന്റെ രണ്ടും എടുക്കുക. പി ആർ ഡോട്ട് മൈനസ് പി ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ക്യൂ. അതുപോലെ നമുക്ക് തീറ്റായും കോർഡിനേറ്റ്, അപ്പൊ 4 എണ്ണം വരും. അപ്പൊ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി തീറ്റ ആൻഡ് ഡോ ആർ അല്ലേ സാർ വരേണ്ടത്? ഡോ എച്ച് ബൈ ഡോ ക്യൂ കെ. ഇത് ഡോ എച്ച് ബൈ ഡോ ആർ with respect to r. Similarly, minus p theta dot equal to dou h by dou theta. ശരിയല്ലേ? ഇനി ആർ ഡോട്ട് കണ്ടുപിടിക്കുക. ഒന്ന് ചെയ്തേ നിങ്ങൾ. ആർ ഡോട്ട് കണ്ടുപിടിക്കാൻ തന്നെ വേണം ഡോ ബൈ ഡോ പി ആർ ഓഫ്, ഇവിടെ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആർ ഡോട്ട് കണ്ടുപിടിച്ച എല്ലാവരും തന്നെ ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു പി ആർ ബൈ എം മൈനസ് പി ആർ ഡോട്ട്. അതെത്ര കിട്ടി? മൈനസ് പി തീറ്റ സ്ക്വയർ ബൈ എം ആർ ക്യൂ പ്ലസ് ഡോ വി ബൈ ഡോ ആർ കിട്ടും. ഇത് കിട്ടിയോ? ഇത് കിട്ടിയോ? ഇനി തീറ്റ ഡോട്ട് എത്ര കിട്ടി? തീറ്റ ഡോട്ട് പി ആർ വെച്ചിട്ടുള്ളതാണ് ചെയ്യേണ്ടത്. ഓരോ നോക്കി ചെയ്യണം. ഇനി തീറ്റ ഡോട്ട് വെച്ചിട്ട് അതായത് തീറ്റ ഡോട്ട് കിട്ടാൻ വേണ്ടി ഡോ എച്ച് ബൈ ഡോ പി തീറ്റ ചെയ്യണം. അപ്പൊ 2 പി തീറ്റ 2 2 വെട്ടിപ്പോവും. പി തീറ്റ ബൈ എം ആർ സ്ക്വയർ വരും. പി തീറ്റ ബൈ എം ആർ സ്ക്വയർ കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇനി മൈനസ് പി തീറ്റ ഡോട്ട് അതൊന്ന് പറഞ്ഞ് ആരെങ്കിലും ചെയ്തവരുണ്ടേ? പി തീറ്റ ഡോട്ട് ഡോ ബൈ ഡോ തീറ്റ വെച്ച് ചെയ്യണം. ഡോ ബൈ ഡോ തീറ്റ രണ്ടിലും ഇല്ല. അപ്പൊ ഈ ആൻസർ 0 ആവും.
ഇതായിരിക്കും 4 ഇക്വേഷൻ. ഒന്ന് ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു പി ആർ ബൈ എം മൈനസ് പി ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് പി തീറ്റ സ്ക്വയർ ബൈ എം ആർ ക്യൂ പ്ലസ് ഡോ വി ബൈ ഡോ ആർ. ഇനി തീറ്റ ഡോട്ട് ഈക്വൽ ടു പി തീറ്റ ബൈ എം ആർ സ്ക്വയർ ആൻഡ് മൈനസ് പി തീറ്റ ഡോട്ട് ഈക്വൽ ടു 0. 4 കിട്ടിയെന്ന് കരുതുന്നു. ഇനി കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് ഇതിന് രണ്ടിനും വേണമെങ്കിൽ ഇതിനെ 5A എന്നും 5B എന്നും 6A എന്നും 6B എന്നും എടുക്കാം. അപ്പോഴ് 6A എടുക്കുവാണെങ്കിൽ തീറ്റ ഡോട്ട് ഈക്വൽ ടു പി തീറ്റ ബൈ എം ആർ സ്ക്വയർ അല്ലേ. അപ്പം എം ആർ സ്ക്വയർ ഗുണിച്ചു കഴിഞ്ഞാൽ എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു പി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. This is generalized momentum. This is the conservation law of angular momentum. The conservation of angular momentum center field problem ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇങ്ങനെ തെളിയിച്ചെടുക്കും. എം ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു പി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നെത്ര നമ്മൾ. ഇനി now consider 5A and 5B. 5A എന്ന് പറയുമ്പം ആർ ഡോട്ട് ഈക്വൽ ടു പി ആർ ബൈ എം ആൻഡ് 5B മൈനസ് പി ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് പി തീറ്റ സ്ക്വയർ ബൈ എം ആർ ക്യൂബ് പ്ലസ് ഡോ വി ബൈ ഡോ ആർ. ഇതിനകത്ത് നമുക്ക് എം ആർ ഡോട്ട് ഈക്വൽ ടു പി ആർ എന്ന് എഴുതാം അല്ലേ. അപ്പം പി ആർ ഡോട്ടിന്റെ അവിടെ ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എം ആർ ഡബിൾ ഡോട്ട് ആവും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് പി തീറ്റ സ്ക്വയർ ബൈ എം ആർ ക്യൂബ് പ്ലസ് ഡോ വി ബൈ ഡോ ആർ. ഈ ടൈമിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം ആർ സ്ക്വയറിന് ഇങ്ങ് കൊണ്ടുവരാം. എം ആർ ഡബിൾ ഡോട്ട് മൈനസ് പി തീറ്റ സ്ക്വയർ ബൈ എം ആർ സ്ക്വയർ എം ആർ ക്യൂബ് ശരിയാ പ്ലസ് ഡോ വി ബൈ ഡോ ആർ that is equal to 0. That is equation number 8. ഇനി ഡോ വി ബൈ ഡോ ആറിന് പകരം നമ്മൾ ഏറ്റവും ആദ്യം ഒരെണ്ണം ചെയ്തു വെച്ചായിരുന്നു. വി ഈക്വൽ ടു മൈനസ് കെ ബൈ ആർ ആണെങ്കിൽ ഡോ വി ബൈ ഡോ ആർ ഈക്വൽ ടു കെ ബൈ ആർ സ്ക്വയറിന് എഴുതാം. അങ്ങനെയെങ്കിൽ ദിസ് ഇക്വേഷൻ ക്യാൻ ബി മോഡിഫൈഡ് ആസ് എം ആർ ഡബിൾ ഡോട്ട് മൈനസ് പി തീറ്റ സ്ക്വയർ ബൈ എം ആർ ക്യൂബ് പ്ലസ് കെ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 0. This is the final expression for the equation or the differential equation for a particle which is moving under a central force.